ഡോളറിൻ്റെ മേധാവിത്വം ഇല്ലാതാക്കി ട്രംപിൻ്റെ അഹങ്കാരം കുറയ്ക്കാൻ ഇറാൻ മറ്റ് ചില ആൾട്ടർനേറ്റീവ് ഫിനാൻഷ്യൽ സ്ട്രാറ്റജീസ് എക്സിക്യൂട്ട് ചെയ്യുന്നു എന്ന് ലോകവാർത്തകളിൽ കാണുന്നു. യുദ്ധത്തെ വിശകലനം ചെയ്യുന്ന ഇൻ്റർനാഷണൽ മീഡിയാസും ഇൻഡിപെൻഡൻ്റ് അനലിസ്റ്റും പറയുന്നത് ഇറാൻ US ഡോളറിന് മേൽ യുവാനെ പ്രതിഷ്ഠിക്കാനുള്ള വളരെ തന്ത്രപരവും ശക്തവുമായ നീക്കങ്ങളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് പറയുന്നത്. ഹോർമിസ് കടലിടുക്കിലൂടെ കടന്നു പോകുന്ന കപ്പലുകൾ അവരുടെ ഓയിൽ ട്രാൻസാക്ഷൻ യുവാനിലാണ് നടന്നതെങ്കിൽ മാത്രം അനുവദിക്കുകയും പെട്രോ ഡോളർ സിസ്റ്റമാണെങ്കിൽ അത് അനുവദിക്കാതിരിക്കുകയും ചെയ്യുന്ന പുതിയ സ്ട്രാറ്റജി, വമ്പത്തരം കാണിക്കുന്നവൻ്റെ കൊമ്പൊടിക്കുന്ന പുതിയ സംഗതി, അത് ലോകത്തിന് ഒരു പുതുമയുള്ള യുദ്ധരീതിയാവും നടപ്പിലായാൽ എന്നാണ് പറയപ്പെടുന്നത്. അതിനൊരു ചരിത്രമുണ്ട്. 1974 വളരെ കഠിനമായി ലോകമടയാളപ്പെടുത്തിയ ഓയിൽ ഷോക്ക് എന്ന് പറയുന്ന വലിയൊരു ഇഷ്യൂ ഉണ്ടായ സമയത്ത് അമേരിക്ക വളരെ തന്ത്രപരമായി സൗദി അറേബ്യയുമായി ഒരു കരാറിൽ ഏർപ്പെടുന്നു. ആ കരാർ മറ്റൊന്നുമല്ല, ഓയിൽ ട്രാൻസാക്ഷൻ നടത്തണമെങ്കിൽ അത് US ഡോളറിലായിരിക്കണം നടത്തേണ്ടത് എന്ന കരാറാണ്. ഓർക്കണം, യവനെയൊക്കെ ഇങ്ങനെ ആക്കിയതിന് പിന്നിൽ ഈ പറയുന്ന സൗദി അറേബ്യയും മിഡിൽ ഈസ്റ്റിലെയും രാജ്യങ്ങൾ നൽകുന്ന സംഭാവനകൾ ചില സന്നിഗ്ധ സന്ദർഭങ്ങളിലാണ് പുറത്തു വരുന്നത്. ഇവനൊക്കെ വാഴ്ത്തുപാട്ട് പാടുന്ന വായ്നോക്കികൾ വിചാരിക്കുന്നത് അമേരിക്ക അങ്ങ് സ്വയം ഉൽപ്പാദിപ്പിച്ച് കീഴടക്കി എവിടേക്കോ എത്തിയതാണ് എന്നുള്ളതാണ്. ചിലയിടത്തൊന്നും അവൻ്റെ പേര് പരാമർശിക്കുകയില്ല. നമ്മൾ ചരിത്രം പറയുമ്പോൾ ഇറാഖ് യുദ്ധം, വിയറ്റ്നാം വാർ, ഇറാൻ വാർ, അതുപോലെ തന്നെ മറ്റു പല യുദ്ധങ്ങളുടെയും പേര് അങ്ങനെയാണ് പറയുന്നത്. ഇരയാക്കിയവൻ്റെ പേര് ചേർത്താണ് യുദ്ധം പറയുന്നത്. അഫ്ഗാനിസ്ഥാൻ വാർ എന്നൊക്കെയാണ് പറയുന്നത്. ഈ യുദ്ധം മുഴുവൻ നടത്തുന്നത് അമേരിക്ക എന്ന് പറയുന്ന ഒരു ലോക അധിനിവേശ ശക്തിയാണ്. ഈ യുദ്ധങ്ങളെല്ലാം പറയേണ്ടത് അമേരിക്ക ഇറാഖിനെ ആക്രമിച്ചപ്പോൾ, അമേരിക്ക അഫ്ഗാനിസ്ഥാനെ ആക്രമിച്ചപ്പോൾ, അമേരിക്ക ഇറാനെ ആക്രമിച്ചപ്പോൾ എന്നാണ് പറയേണ്ടത്. അതിനു പകരം ഇറാൻ വാർ, ഇറാഖ് വാർ എന്നൊക്കെ ഇരയാക്കുന്നവരുടെ പേരാണ് പലപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുപോട്ടെ, ഏതായാലും അന്ന് യുദ്ധം കഴിഞ്ഞപ്പോൾ 1974 ഉണ്ടാക്കിയ ഒരു സിമ്പിൾ കരാറാണ് ഈ ഓയിൽ എല്ലാം കൈമാറ്റം ചെയ്യപ്പെടുന്നെങ്കിൽ അത് ഡോളറിൽ വേണം എന്ന് പറയുന്നത്. അങ്ങനെ ഒരു പെട്രോൾ ഡോളർ സിസ്റ്റം ലോകത്ത് നിലവിൽ വന്നു. എന്ന് വെച്ചാൽ ലോകത്ത് ഏത് രാജ്യവും എണ്ണ കൈമാറ്റം ചെയ്യുന്നത് US ഡോളറിലാണ്. അത് ജപ്പാനോ ചൈനയോ ഇനി വേറെ ഏത് രാജ്യമാണെങ്കിലും അങ്ങനെ വേണം ചെയ്യാൻ. അങ്ങനെ ചെയ്യുമ്പോൾ ഒരു പ്രധാനപ്പെട്ട ഗുണം അമേരിക്കയ്ക്ക് കിട്ടുക, ഈ പറയുന്ന സംവിധാനത്തിലൂടെ മുന്നോട്ട് പോകുമ്പോൾ തങ്ങൾക്കിഷ്ടമല്ലാത്ത ഇടപാടുകളെ ബാങ്കുകളെ ഉപയോഗിച്ച് നിരുത്സാഹപ്പെടുത്തിയാൽ ആ വ്യാപാരം നടക്കില്ല. തങ്ങൾക്കിഷ്ടമല്ലാത്ത രാജ്യങ്ങളുമായുള്ള ബന്ധങ്ങൾ വിച്ഛേദിക്കണമെങ്കിൽ ഈ ഡോളർ സിസ്റ്റത്തിൽ കയറി പിടിമുറുക്കാം. പിന്നെ ലോകം മുഴുവൻ ഡോളർ വെച്ച് കച്ചവടം നടത്തുമ്പോൾ ആ ഡോളറിന് കിട്ടുന്ന ഒരു അപ്രിസിയേഷൻ്റെ അഹങ്കാരവും എല്ലാം കൂടി ചേർത്ത് വളരെ കരുത്തോടെ മുന്നോട്ട് പോകുമ്പോഴാണ് യുവാൻ വെച്ച് കളിക്കാൻ ഇറാൻ തീരുമാനിക്കുന്നത്. ചൈനയുമായി 2025 ഒരു സ്ട്രാറ്റജിക് കരാർ ഉണ്ടാക്കിയിരുന്നു ഈ പറയുന്ന ഇറാനും അമേരിക്കയും തമ്മിലുള്ള വിഷയം നമ്മൾ വിചാരിക്കുന്നത് പോലെ ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. 1979 മുതൽ ആരംഭിച്ചതാണ് ഈ ഇറാന് മേലുള്ള അമേരിക്കയുടെയും മറ്റുമൊക്കെയുള്ള ആക്രമണം. എന്തെന്ന് വെച്ചാൽ ഇറാന് വളരെ ഇനോർമസ് ആയിട്ടുള്ള ഓയിൽ റിസർവ് ഉണ്ടെന്നും അവരുടെ പൊസിഷനിങ് പേർഷ്യൻ ഗൾഫിൽ വളരെ സ്ട്രാറ്റജിക് ആണെന്നും അമേരിക്കയ്ക്കറിയാം. അവർ ഏതെങ്കിലും തരത്തിൽ സാമ്പത്തികമായി ശക്തിപ്പെടുന്നതും ആയുധമായി ശാക്തീകരിക്കപ്പെടുന്നതും തങ്ങളുടെ പിൽക്കാലത്തെ മിത്രങ്ങളായ എപ്സ്റ്റീൻ ഫയലിന് കാരണക്കാരായ ലോകത്തുള്ള മുഴുവൻ നേതാക്കളെയും വിളിച്ച് അവരുടെ ലൈംഗിക മൃദുവികാരങ്ങളെ തൊട്ടുണർത്തി അതൊക്കെ റെക്കോർഡ് ചെയ്ത് വെച്ച് ലോകത്തെ മാനേജ് ചെയ്യുന്ന ഈ ഇസ്രയേലിൻ്റെ സ്ഥിതി അപകടത്തിലാവും എന്നറിഞ്ഞുകൊണ്ട് ഇറാനെ എല്ലാ അർത്ഥത്തിലും തകർക്കാനും ഇല്ലാതാക്കാനും വേണ്ടി ശ്രമിക്കുന്നതിൻ്റെ ഭാഗമാണ് ഈ യുറേനിയം സമ്പുഷ്ടീകരണമെന്ന് ഇപ്പോൾ പറയുന്നതും വർഷങ്ങളായി പല കാരണങ്ങൾ പറഞ്ഞ് അവരുടെ മേൽ സാങ്ഷൻസ് അഥവാ ഉപരോധം കൊണ്ടുവന്നിരിക്കുന്നതും. കാരണം ഉപരോധമില്ലാത്ത ഇറാൻ യഥേഷ്ടം ലോകത്ത് എണ്ണ വിറ്റാൽ അവർ യഥാർത്ഥത്തിൽ ലോകത്തിലെ വൻ ശക്തിയായി മാറാനുള്ള കരുതൽ എണ്ണ അവർക്കുണ്ട്. അപ്പോൾ ആ സംഗതിയെ തകർക്കാനാണ് അമേരിക്ക ഈ സംവിധാനമെല്ലാം ഉണ്ടാക്കുന്നത്. എന്നാൽ ഈ പേർഷ്യൻ ഗൾഫിലെ അല്ലെങ്കിൽ പശ്ചിമേഷ്യയിലെ ആകെ ചൈനയ്ക്കും റഷ്യയ്ക്കും ആശ്രയിക്കാൻ കഴിയുന്ന രാജ്യങ്ങളിലൊന്ന്, വിശ്വസ്തമായ രാജ്യങ്ങളിലൊന്ന് ഇറാനാണ്. അവരിന്ന് വരെ ചരിത്രത്തിൽ വിശ്വസ്തതയ്ക്ക് ഒരു ലംഘനവും വരുത്തിയിട്ടില്ല.
അവരെ ആശ്രയിക്കുന്ന രാജ്യങ്ങളെ അവർ ആക്രമിച്ചിട്ടില്ല. അവർ കാണിക്കേണ്ട എല്ലാ മര്യാദയും കാണിക്കുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ നമ്മുടെ രാജ്യത്തോട് പോലും വിളിക്കുമ്പം കപ്പൽ വിടുന്നു എന്നെങ്കിലും പറയുന്ന ഒരു ഔദാര്യം ഉണ്ടല്ലോ, അത് എത്രയോ വലിയ ഔദാര്യമാണ്. നമ്മുടെ രാജ്യത്തെ പ്രധാനമന്ത്രി പോയി നെതന്യാഹുവിനെ കെട്ടിപ്പിടിച്ച് പിന്തുണ പൂർണ്ണമായി അറിയിച്ച് ഇറാൻ്റെ ഭരണാധികാരിയെ കൊന്നിട്ട് പോലും ഒരക്ഷരം പ്രതിഷേധിക്കാതെ, ഈ അധിനിവേശത്തെക്കുറിച്ചൊന്നും പറയാതെ, ആക്രമണത്തെക്കുറിച്ചൊന്നും പറയാതെ, ഈ രാജ്യത്തുനിന്ന് പോയ കപ്പലിനെ ആക്രമിച്ച് തകർത്ത് കളഞ്ഞപ്പോൾ പോലും മിണ്ടാതിരുന്ന ഇന്ത്യയോട് പോലും അവർ കാണിക്കുന്ന ഒരു നിലപാടുണ്ടല്ലോ, അതവരെന്നും ലോകത്തോട് കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിലാകെ അസ്വസ്ഥതയുള്ളത് അമേരിക്കയ്ക്കും ഇസ്രയേലിനും മാത്രമാണ്. അവർക്ക് രണ്ടുപേർക്കുമാണ് ഇവരെ അസ്വസ്ഥപ്പെടുത്തേണ്ടത്. അവർക്ക് രണ്ടുപേരുമാണ് ഇവരെ കാണിച്ച് മിഡിൽ ഈസ്റ്റിനെ ഭയപ്പെടുത്തേണ്ടത്. കാരണം GCC രാജ്യങ്ങളെല്ലാം കൂടി ഇറാനുമായി ചേർന്നാൽ അല്ലെങ്കിൽ ഒരുമിച്ചായാൽ ലോകത്തിൻ്റെ ചിത്രം മറ്റൊന്നാകുമെന്ന് ആകെ അറിഞ്ഞുകൂടാത്തത് ഈ പറയുന്ന നമ്മുടെ വിസ്ഡംകാർക്കും പിന്നെ കുറച്ച് സംഘികൾക്കും മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാവർക്കും അതിൻ്റെ സംഗതികൾ അറിയാം. അതുകൊണ്ടാണ് വിസ്ഡംകാരെ പോലുള്ളവർ ഈ ഷിഴിയും മറ്റ് സംഗതികളുമൊക്കെ എടുത്ത് അവർക്ക് കാശ് കൊടുക്കുന്നവരുടെ ദൗത്യം അവർ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലുള്ള പിന്നെ ഈ പറയുന്ന വൈരാഗ്യം കൊണ്ടും വംശീയത കൊണ്ടുമുള്ള നമ്മുടെ കുറച്ച് സംഘികളും കൃസംഘികളുമൊക്കെയാണ്. ഏതായാലും അത്തരത്തിൽ ഒരു സാങ്ഷൻ കൊണ്ടുവന്ന് ഇറാനെ എല്ലാ അർത്ഥത്തിലും ഞെരിക്കുന്ന ഘട്ടത്തിലാണ് ഇപ്പോൾ യുവാനുമായി ഇറാൻ രംഗത്തിറങ്ങിയിട്ടുള്ളത്. 2025 ചൈനയും ഇറാനും തമ്മിൽ ഒരു ലോങ് ടേം സ്ട്രാറ്റജിക് എഗ്രിമെൻ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ എഗ്രിമെൻ്റ് പ്രകാരം ഡിസ്കൗണ്ടഡ് റേറ്റിൽ ഈ അമേരിക്കയുടെ ഉപരോധം എല്ലാം നിലനിൽക്കുമ്പോഴും ചൈന യഥേഷ്ടം ഇറാനിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യുന്നുണ്ട്. അതിന് പകരമായി ബില്യൺ കണക്കിനുള്ള ഡോളർ ഇൻവെസ്റ്റ്മെൻറ്റുകൾ ഇറാനിൽ ചൈനയും നടത്തുന്നുണ്ട്. ആ തന്ത്രപരമായ ബന്ധം വളരെ അസ്വസ്ഥമാക്കുന്നുണ്ട് അമേരിക്കയെ. പിന്നെ ഈ സ്ട്രാറ്റജിക് പൊസിഷൻ എന്ന് പറയുന്ന ഒരു അഡ്വാൻറ്റേജാണ്. ഹോർമസ് കടലിടുക്കെന്ന് പറയുന്നത് കേവലം 34 കിലോമീറ്റർ വീതിയേ ഉള്ളൂ. 34 കിലോമീറ്റർ ഒരു കടലിൻ്റെ വീതി എന്നൊക്കെ പറയുന്നത് തീരെ നിസ്സാരമാണ്. അതിൽ കൂടി ഏതാണ്ട് ഒരു ദിവസം 20 മില്യൺ ബാരൽ എണ്ണയാണ് കടന്നു പോകുന്നത്. എന്ന് പറഞ്ഞാൽ ലോകത്തിൻ്റെ എണ്ണ മുഴുവൻ കടന്നു പോകും. നമ്മൾ സാറിന് ഈ കഴുത്തൊക്കെ ഉണ്ടല്ലോ, കഴുത്ത് പോലുള്ള ഇമ്പോർട്ടൻസ് ആണ് ഈ ഹോർമിസ് കടലിടുക്കിനുള്ളത്, സ്ട്രൈറ്റ് ഓഫ് ഹോർമിസിന്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ വയറ് വീർപ്പിക്കുന്ന ഈ കുടവയറ് ചാടുന്ന മൊത്തം ചാട്ടവും ഈ കഴുത്തിലൂടാണല്ലോ വരുന്നത് ഫുഡ്. അതുപോലെയാണ് ലോകത്തിൻ്റെ എണ്ണ ട്രാഫിക്കിൻ്റെ ഓയിൽ ട്രാഫിക്കിൻ്റെ 20% 30% നടക്കുന്നത് ഈ 34 കിലോമീറ്ററിലൂടെയാണ്. അവിടെ വെച്ചാണ് ഇറാൻ ഒരു കളി നടത്താൻ ഒരുങ്ങുന്നത്. യുവാനിൽ ഇടപാട് നടത്തിയാൽ മാത്രം എണ്ണ കടത്തിവിടും. യുവാനിൽ ഇടപാട് നടത്തിയാൽ സംഭവിക്കുക അമേരിക്കയുടെ അധീശത്വം, ഈ ധനകാര്യ മേധാവിത്വം അതുപയോഗിച്ചുള്ള അഭ്യാസം കുറയുകയും അതൊരു ജിയോ പൊളിറ്റിക്കൽ പ്രഷറൈസിന് കാരണമാക്കുകയും ചെയ്യാം എന്നതാണ് അതിലെ സ്റ്റാൻഡ്. അതിന് അമേരിക്ക പല രീതിയിൽ തിരിച്ചടിച്ചേക്കാം. ഒന്ന്, സായുധമായി വളരെ ഷാർപ്പായ ആക്രമണങ്ങൾ നടത്തിയേക്കാം. ആക്രമണം നടത്തിയാലും സ്ട്രൈറ്റ് ഓഫ് ഹോർമിസ് എത്രമേൽ ക്ലിയർ ചെയ്തെടുക്കാൻ കഴിയുമെന്നുള്ളത് സംശയമാണ്. കാരണം വെറും 34 കിലോമീറ്റർ കയ്യെത്താ ദൂരത്ത് ഇറാൻ്റെ കൈവെള്ളയിൽ നിൽക്കുന്ന ഒരു സ്ഥലത്ത് മൈനുകളും മറ്റുള്ള സംവിധാനങ്ങളുമെല്ലാം ഒരുക്കി ഇറാൻ കാത്തിരിക്കുന്ന ഒരു അന്തിമ പോരാട്ടത്തിലേക്ക് അതിനെ തള്ളിവിട്ടാൽ ഉണ്ടാകുന്ന നാശം ഭയങ്കരമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അതാണ് ഒന്നാമത്തെ കാര്യം. പിന്നെ രണ്ടാമത്തെ കാര്യം, ഈ ചൈനീസ് കമ്പനികളുണ്ടല്ലോ, ഇത് എടുക്കുന്ന ചൈനീസ് കമ്പനികൾക്ക് പല യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നും മറ്റു പല പ്രോഡക്റ്റുകളും ഒക്കെ വാങ്ങേണ്ടി വരും. അപ്പോൾ ഇറാൻ്റെ എണ്ണ എടുക്കുന്ന കമ്പനികളിൽ മുഴുവൻ ഉപരോധം ഏർപ്പെടുത്തി ചൈനയെ പ്രഷറൈസ് ചെയ്ത് അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കാം. അതും വിലപ്പ് പോവാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം അമേരിക്കക്കാരൻ അവൻ്റെ ഉൽപ്പന്നങ്ങൾ അമേരിക്കയിലേക്ക് വിടുന്നില്ല എന്ന് തീരുമാനിച്ചാൽ അമേരിക്കയിൽ അടുക്കള വിപ്ലവം നടക്കും. കാരണം അവിടുത്തെ അരങ്ങ് മുതൽ അടുക്കള വരെ ഇപ്പം മാനേജ് ചെയ്യുന്നത് ഈ പറയുന്ന ചൈനീസ് ഉൽപ്പന്നങ്ങളാണ്. പിന്നെ മൂന്നാമത്തേത് ഈ നയതന്ത്ര പരിഹാരമാണ്. അതായത് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളെ ഒക്കെ ഉപയോഗിച്ച് ഒരു ഘട്ടത്തിലും ഇതിൽ നിന്ന് പിന്മാറില്ലെന്ന് ഉറപ്പുവരുത്തി എല്ലാ വ്യാപാരങ്ങളും പെട്രോ ഡോളറിൽ തന്നെ നടത്തൂ എന്നൊക്കെ പറയുന്ന രീതിയിൽ അതൊക്കെ ചെയ്യാനുള്ള ഒരു തന്ത്രമായിരിക്കും പ്രയോഗിക്കുക. ഇങ്ങനെ അടക്കം എന്തെല്ലാം സ്ട്രാറ്റജികൾ പ്രയോഗിച്ചാലും ഇറാൻ മുന്നോട്ട് വെക്കുന്ന ഒരു സംഗതി പരമ്പരാഗത യുദ്ധമുറയിൽ നിന്ന് മാറി നേരിട്ടുള്ള ആക്രമണങ്ങളോടൊപ്പം തന്നെ അതിൻ്റെ പ്രതിരോധങ്ങളും പ്രത്യാക്രമണങ്ങളും കൃത്യമായി നടത്തുന്നത് കൂടാതെ സാമ്പത്തിക ആയുധത്തിന് കൂടി മൂർച്ച കൂട്ടി ആക്രമിക്കാനാണ് ഇറാൻ്റെ തീരുമാനം. അതിന്
കടലിനെയും വെള്ളത്തിനെയും പണത്തിനെയും എല്ലാം ഒരുപോലെ ആയുധമാക്കുകയാണ് ഇറാൻ ചെയ്യുന്നത്. എന്ന് മാത്രമല്ല, അവർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു 5 വർഷം യുദ്ധം ചെയ്യാനും തങ്ങൾ ഒരുക്കമാണ് എന്ന ഉറച്ച പ്രഖ്യാപനം.